Good morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the 12th lecture of Income Tax Law and Practice 3 and Module 1, Profit and Gains from Business or Profession. Adile nammal nokkikondirikkunnathu the term depreciation. So in the last class we have discussed about the rates of depreciation which is applicable to tangible assets and intangible assets. Today we are going to discuss about the topics written down value. What is the meaning of the term written down value and how to compute depreciation allowance or the steps to compute depreciation allowance. So written down value is defined under section 32 subsection 1 of the Income Tax Act of 1961. It is one of the most important terms in depreciation. So depreciation namakariam we have two methods of depreciation. First one is straight line method and the second one is written down value method, or it is also known as diminishing value method. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് written down value method ആണ്, which is defined under section 32 subsection 1. So for the first one, as written down value means if the asset is purchased during the previous year, previous year, നമ്മുടെ previous year എന്ന് പറയുന്നത് 2019-20 ആണ്. ആ particular previous yearലാണ് ഒരു particular asset വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ written down value means the actual cost of the asset. For example, ഞാൻ 20,000 rupeesനാണ് ഒരു asset വാങ്ങിയതെങ്കിൽ ആ 20,000 rupeesനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് written down value if the asset is purchased during the previous year. So if the asset is purchased before the previous year എന്നാണെന്നുണ്ടെങ്കിൽ, അതായത് previous year മുമ്പുള്ള ഏതെങ്കിലും വർഷത്തിലാണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതുണ്ടെങ്കിൽ written down value means ആ ആക്ച്വൽ കോസ്റ്റിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ എന്ത് നമുക്ക് ലെസ് ചെയ്യാം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ. സോ ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഫസ്റ്റ് കേസിൽ ഇഫ് ദി അസറ്റ് ഇസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മീൻസ് ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ദി അസറ്റ് ഇസ് പർച്ചേസ് ബിഫോർ ദി പ്രീവിയസ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ദി ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് വി ക്യാൻ ഡിഡക്ട് ഡിപ്രീസിയേഷൻ ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് റിട്ടേൺ ഡൗൺ വാല്യൂ. ആൻഡ് ദിസ് ഇസ് ദ മീനിങ് of the term written down value under depreciation. So the next one is steps to compute depreciation allowance, or how will you compute depreciation allowance. അപ്പോൾ profit and gains ഒരു particular portion ആണ് depreciation, അല്ലെങ്കിൽ നമ്മൾ computation of depreciation. അപ്പോൾ depreciation കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ നോക്കുന്നത്, അതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ is നമ്മൾ പറഞ്ഞായിരുന്നു block of asset. Block of asset means group of asset falling under the same class of asset having the same rate of depreciation. അതായത് സെയിം ഗ്രൂപ്പ് ഓഫ് അസറ്റ് ആയിരിക്കണം, ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് ആണ്, അത് സെയിം ക്ലാസ് ഓഫ് അസറ്റ് ആയിരിക്കണം. ക്ലാസ് മാത്രമായാൽ പോരാ, ആൻഡ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്താണ്, സെയിം തന്നെ ആയിരിക്കണം. ഇപ്പൊ ബിൽഡിങ്ങിൽ തന്നെ വി ഹാവ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആൻഡ് വി ഹാവ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്. രണ്ടിന്റെയും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഡിഫറെന്റ് ആണ്. ഒന്ന് 5% ഒന്ന് 10%. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ രണ്ടിനെയും ഒരു ബ്ലോക്കിൽ ഉൾപ്പെടുത്താൻ പാടില്ല, ബിക്കോസ് ദേ ഹാവ് ഡിഫറെന്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. Are you clear? So the first one is നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ബ്ലോക്ക് ഓഫ് അസറ്റിനെ, തന്നിരിക്കുന്ന അസറ്റിനെ ഓരോ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. സെക്കൻഡ് വൺ നമ്മൾ നോക്കേണ്ടത്, എന്തെങ്കിലും നമ്മൾ ആ വർഷം എന്തെങ്കിലും ഏതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ വർഷം. ഇപ്പം ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ ബിൽഡിംഗ് ആ വർഷം വാങ്ങിയിട്ടുണ്ടോ, ആ വർഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട്, ആ എമൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, ആഡ് അഡിഷൻസ്. ഓക്കെ, സോ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാവും, ആ ആക്ച്വൽ കോസ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, പർച്ചേസസ് ആഡ് ചെയ്യണം. ഇനി നമ്മൾ നോക്കേണ്ടത് ആ പർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ആ ബിൽഡിംഗിൽ നിന്നും, ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്നും എന്തെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടോ, സെയിൽസ് ഉണ്ടോ. സെയിൽസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടിൽ നിന്നും നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എഴുതി, അതിന്റെ കൂടെ അഡീഷൻസ് ആഡ് ചെയ്തു അല്ലെങ്കിൽ പർച്ചേസ് ആഡ് ചെയ്തു, ദെൻ അതിൽ നിന്നും സെയിൽസ് ഉണ്ടെങ്കിൽ ആ വർഷം ആ പ്രീവിയസ് ഇയറിൽ സെയിൽസ് ഉണ്ടെങ്കിൽ ആ സെയിൽസ് എന്ത് ചെയ്യുക, നമുക്ക് ലെസ് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. ആ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ ആ പർട്ടിക്കുലർ എമൗണ്ടിനാണ് നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടത്തുള്ളൂ. സോ ഇതാണ് നമുക്ക് ഡിപ്രീസിയേഷൻ അലവൻസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് നമ്മളൊരു ബ്ലോക്ക് ഓഫ് അസറ്റ് ആക്കുക, സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഒരു ബ്ലോക്കിലോട്ട് ഇടുക, ദെൻ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക,
പർച്ചേസ് ആഡ് ചെയ്യുക, എന്ത് ലെസ് ചെയ്യുക, സെയിൽസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. സോ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. ആ റിട്ടേൺ ഡൗൺ വാല്യൂ നിന്നാണ് നമ്മൾ എന്ത് ചാർജ് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ. ഇപ്പോൾ 15% ആണെങ്കിൽ ആ പെർട്ടിക്കുലർ എമൗണ്ടിന് 15% ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ അലവൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ട് ഡിപ്രീസിയേഷൻ അലവൻസ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ. സോ നമ്മളിന്ന് നോക്കിയത് റിട്ടേൺ ഡൗൺ വാല്യൂ അണ്ടർ സെക്ഷൻ 34 സബ്സെക്ഷൻ 1 ആൻഡ് സ്റ്റെപ്സ് ടു കമ്പ്യൂട്ട് ഡിപ്രീസിയേഷൻ അലവൻസ്. സോ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് കേട്ടിട്ട് ഒരു പ്രാവശ്യം എനിക്ക് എഴുതി ഫോട്ടോ എടുത്ത് WhatsApp here. So that's all about with today's class. This is Asha SP signing off from Bosco Campus Vision.